ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ സെറ്റബിലേക്ക് നേരെ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികരെ കാണാതായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആക്രമണം നടക്കുമ്പോൾ കപ്പലിൽ ആകെ 24 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 പേരെ സുരക്ഷിതരായി രക്ഷപ്പെടുത്തിയെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി തന്നെ അപലപിക്കുകയാണ്. അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഇന്ത്യയുടെ വിദേശകാര്യ അഡീഷണൽ സെക്രട്ടറി നാഗരാജ് നായിഡു അമേരിക്കൻ അഫയേഴ്സ് ചുമതലയുള്ള ജേസൺ മിക്സിനെ വിളിച്ചു വരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക നയതന്ത്ര കുറിപ്പ് മിക്സിന് കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഈ സംഭവം വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് വഴിവെക്കും. സെറ്റബിലേക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. നാവികരുടെ ജീവനും അന്താരാഷ്ട്ര ഷിപ്പിംഗിന്റെ സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയും സ്വീകാര്യമല്ല എന്നാണ് സംഘടന വ്യക്തമാക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും മാനിക്കാത്തതിന്റെയും ഫലമാണെന്ന് സംഘടന കുറ്റപ്പെടുത്തുന്നുണ്ട്. സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ബാധ്യസ്ഥരാണെന്ന് IMO ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനും വാണിജ്യ കപ്പലുകളുടെ സംരക്ഷണത്തിനും അടിയന്തര നടപടികൾ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ സുരക്ഷിതമായ നാവിഗേഷൻ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വളരെയധികം ആശങ്കാജനകമാണെന്നും ഇത് നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ നേരിട്ടുള്ള ഫലമാണെന്നും മന്ത്രാലയം പ്രതികരിക്കുന്നുണ്ട്. സംഘർഷങ്ങൾ ഉടനടി കുറയ്ക്കണമെന്നും നയതന്ത്രപരമായ പരിഹാരത്തിനായി ചർച്ചകൾ നടത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഇതിലൂടെ മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കപ്പെടണമെന്നും രാജ്യം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മേഖലയിലെ വാണിജ്യ ഷിപ്പിംഗും അതോടൊപ്പം തന്നെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണം. കൂടാതെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി മേഖലയിലെ അന്താരാഷ്ട്ര ജലപാതകളിലൂടെ സ്വതന്ത്രവും അതോടൊപ്പം തന്നെ തടസ്സമില്ലാത്തതുമായ നാവിഗേഷനും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ കർശനമായി ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമണം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അതിന്റെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണെന്നും നിരന്തരമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുകയാണ്. ഒമാൻ തീരത്ത് അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ തീപിടിച്ച പലാവു പതാകയുള്ള ടാങ്കറിൽ നിന്ന് 24 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷിക്കുന്നതിൽ ഒമാൻ സർക്കാർ നൽകിയ മികച്ച പിന്തുണയ്ക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 ഇന്ത്യക്കാരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3 ഇന്ത്യക്കാരെ കാണാതായതായ റിപ്പോർട്ടുകളുണ്ട്. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. കാണാതായവർക്കായി ഊർജിതമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി ഒമാൻ അധികൃതരുമായി ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്.